ഹലോ ചങ്ങന്മാരെ, ഈ രാത്രിയുടെ പോയി നോക്കുന്നത് നമ്മൾ ഇത് രാത്രിയല്ല അന്ന് രാവിലെ 5:40 ഈ ട്രാവലറിൽ കയറി നമ്മൾ പോകുന്നത് കർണാടകയിലെ സകലേശ്പുരത്തെ ഒരു മംഗളത്തിന്. ഇങ്ങനെ ഫാമിലിയെല്ലാം പോകുമ്പോൾ ഒരു മജ്ജ തന്നെയല്ലേ. പിന്നെ ഇത് എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ഇത്ര പേര് എത്തിയത് നമുക്ക് ഇന്നത് ഫുഡ് കഴിക്കാൻ എല്ലാവർക്കും പൈച്ചിട്ട് ഒരു ഉഷാറില്ല. ഇതടക്കി ഞാൻ നിങ്ങൾ നോക്കണ്ട ഇതൊരു KSRTC ബസ് സ്റ്റാൻഡിൽ ആടെ ആരില്ലാത്തതുകൊണ്ട് നമ്മൾ ആടെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ കഴിഞ്ഞു. ഫുഡെല്ലാം നമ്മൾ പേരെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടേ നിങ്ങൾ അങ്ങനെ ഇഡ്ലിയും ചട്നിയും കടുമ്പും കടലക്കറിയും പത്തലെല്ലാം കൊണ്ടുപോയിന്. പിന്നെ ചായ വേണമെങ്കിൽ കട്ടൻ ചായ ഉണ്ട്, പാൽ ചായ ഉണ്ട്. പിന്നെ ഞാൻ ചായ അടിക്കാത്തതുകൊണ്ട് പിന്നെ കോഫി ഉണ്ടായിന്. അങ്ങനെ എല്ലായിട്ട് ഫുഡ് കഴിച്ച് പോകുമ്പോൾ എല്ലാവർക്കും ഒരു എനർജി കിട്ടിയ പോലെ ഉണ്ട്. അങ്ങനെ പിന്നെ ഈ സീറ്റിന്റെ ബാക്കിൽ ഇങ്ങനെ കവർ വെച്ച് നോക്കണ്ട, കാർ ഇരുന്ന ഒരു ധൈര്യത്തിൽ അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. അങ്ങനെ പുറത്ത് നോക്കുമ്പോൾ നല്ല വ്യൂ ഉണ്ടായിന്, പിന്നെ നല്ല തണുപ്പുണ്ടായിന്. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ ഫാമിലിൻ്റെ ഒക്കെ എല്ലാം പോകുമ്പോൾ ഒരു മജ വേറെ തന്നെയല്ലേ. പിന്നെ 11 മണിക്ക് നിൽക്കാതെ എന്നുള്ള ഒരു ഒറ്റ മൈൻഡിലാണ് നമ്മൾ പോകുന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ 10 മണി ആയിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ 11 മണിക്ക് എത്തണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ സ്ഥലം വിട്ട്. ഈ റോഡ് നമ്മളെ സ്വന്തം പോലെ ഉണ്ട്, ഒരു വണ്ടിയുമില്ല. ഈ വണ്ടിയാണ് നോക്കണ്ടെന്ന് ഇത് നമ്മളെ കൂട്ടത്തിൽ വിട്ടത് തന്നെ. അപ്പോൾ ഇപ്പോൾ കീന്നത് എല്ലാവരും ഫുഡ് കഴിക്കാനല്ല ഹോളെത്തിയിട്ട് നമുക്ക് അവിടെ എത്തിയപാടും കുടിക്കാൻ കിട്ടിയത് മോൾട്ടാണ്. അവിടെ ഫ്രഷ് ജ്യൂസ് ഒന്നും ഉണ്ടായിട്ട് നമ്മൾ എന്നിട്ട് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ഡ്രസ്സ് എല്ലാം ചേഞ്ച് ആക്കിയിട്ട് നമ്മൾ നിൽക്കാൻ വെയിറ്റ് ആക്കുന്നുണ്ട്. അവിടെ ജാതി മതഭേദം അത് എല്ലാവരും ഉണ്ട്. പിന്നെ ഒരു സൈഡ് ആണെങ്കിൽ ഒരു സൈഡ് പെണ്ണുങ്ങാണ് ഇരിക്കല്. അപ്പോൾ നിൽക്കാവോളം ഞങ്ങൾ രണ്ടാൾ കലിമൊന്ന് അറിഞ്ഞിട്ട് രണ്ടാളും അടിപിടി കൂടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ സ്ഥലം മാറ്റി ഉമ്മാനെ നടുവിലെത്തി. ജെന്നാക്കാടുന്ന് മുല്ലപ്പല കിട്ടി. ഈ മുല്ലപ്പൻ്റെ മണത്തിൽ സ്ഥലം പോലെ എടുത്ത്. അങ്ങനെ അൽഹംദുലില്ലാ 11 മണിക്കെന്ന് പറഞ്ഞ് നിൽക്കുക 12 മണിയാകുമ്പോൾ കഴിഞ്ഞ്. നിൽക്കുക കഴിഞ്ഞതോടെ ചോറ് കഴിക്കാൻ പോയി. അപ്പോൾ വെജ് ഉണ്ട്, നോൺ വെജ് ഉണ്ട്. നമ്മൾ നോൺ വെജിൻ്റെ അവിടെ പോയി. അപ്പോൾ ആടെ ആണെങ്കിൽ പെണ്ണുങ്ങളെല്ലാം ഒന്നാകിരിക്കലാണ്. ഇവിടുത്തെ സെറ്റപ്പ് തന്നെ പറയാം, നമ്മുടെ നാട്ടിലെ പോലെ ഒന്നല്ല. എന്തായാലും നമ്മുടെ നാട്ടിലെ ബിരിയാണി അല്ലെങ്കിലും ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അതിൻ്റെ ഇടയിൽ ഒരാൾ ഇത് ചിക്കൻ ഫ്രൈ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്. അങ്ങനെ പുതിനാട്ടിനെ സ്റ്റേജിലാക്കുന്നുണ്ട്. നമ്മളെ പോലെ ഡാൻസും പാട്ടൊന്നുമില്ല. അങ്ങനെ പുതിനാട്ടി പുതിയാപ്പിളും സ്റ്റേജിലായി. അങ്ങനെ പുതിയാപ്പിളും മഹറെല്ലാം കൊടുത്തു. പിന്നെ ഇത് എടുത്തൊരു ചടങ്ങ് അത്ര പുതിനാട്ടി പുതിയാപ്പിളും സ്റ്റേജിലെത്തിയിട്ട് ഇങ്ങനെ എല്ലാവർക്കും ഒന്നിൻ്റെ കൈയും കവറെല്ലാം കൊടുക്കല്. അങ്ങനെ മംഗലം കഴിഞ്ഞ് നമ്മൾ പോയി. നമ്മൾ പോകുമ്പോൾ ഒരു വെള്ളച്ചാട്ടം കണ്ട്. അങ്ങനെ ആടെ എല്ലാവരും ഫോട്ടോയും വീഡിയോ എടുത്ത് നമ്മൾ കുറച്ച് ഫോട്ടോ വീഡിയോസ് എല്ലാം എടുത്തു. പിന്നെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ട് സന്തോഷമായി. ആടുന്ന് വിട്ട് നമ്മൾ നേരെ പോയി സ്പൈസിലെത്തുമ്പോൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഇത് ആടും ചോദിക്കണ്ടേ ഇത് വീട്ടിലെത്ത്. അപ്പോൾ നമ്മൾ ആടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ പെരക്ക് പോയി. അപ്പോൾ 10 മണിയാകുമ്പോൾ നമ്മൾ പെരക്കെത്തും. അപ്പോൾ ഓക്കെ ബൈ.